നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതാനും ദിവസം മുമ്പ് ഒരു വിവാദമുണ്ടായിരുന്നല്ലോ. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേരിട്ടിരുന്നു. ആ പേര് വിവാദമായി കഴിഞ്ഞ് ആ പേര് മാറ്റണമെന്ന് VC തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ ആ പേര് മാറ്റുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും ആ പേര് മാറ്റിയത് അംഗീകരിക്കാൻ ഒരു കൂട്ടർ തയ്യാറായിട്ടില്ല. അത് DYFI ആണ്. ഈ DYFI മൊത്തത്തിൽ അതിനെ പറയാൻ പറ്റത്തില്ല. അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളാണ് ഇത് സംഭവിക്കാത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ഞാനിങ്ങനെ പറയാനുള്ള കാരണം, മാധ്യമ വാർത്തകൾ തന്നെ നോക്കുക. കേരള സർവകലാശാല കലോത്സവത്തിന് ഇന്തിഫാദ എന്ന പേര് വിലക്കിയ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന് മുന്നിൽ പാലസ്തീൻ വിമോചന കവിത ചൊല്ലി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും DYFI നേതാവുമായ ഡോക്ടർ ഷിജു ഖാൻ എന്ന വ്യക്തി, ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറായ വ്യക്തി, ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ്. ഈ നമ്മുടെ കയറുവിരിയുടെയൊക്കെ ഡോക്ടറേറ്റ് ഇല്ലേ, കുറേ കാലം നമ്മൾ വിചാരിച്ചിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു. പിന്നെയല്ലേ നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഈ കയർ മേഖലയിൽ പോയി എന്തൊക്കെ പ്രബന്ധം എഴുതി അതിന് കിട്ടിയ ഉഡായ്പ് ഡോക്ടറേറ്റാണ് എന്ന് പറഞ്ഞാൽ കുറേ ഉഡായ്പ് ഡോക്ടറേറ്റ് ഇവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡോക്ടറേറ്റ് ഏതോ ഉറുമ്പുപൊടിയോ അല്ലെങ്കിൽ വല്ല വാഴക്കുലയോ അത്തരം എന്തെങ്കിലും കാര്യത്തിൽ കിട്ടിയ ഡോക്ടറേറ്റ് ആയിരിക്കും. ശരി, കാര്യത്തിലേക്ക് വരാം. ഇയാൾ ഡോക്ടർ ഷിജു ഖാൻ, ഇയാൾ പലസ്തീൻ വിമോചന കവിത ചൊല്ലിയിരിക്കുന്നു. പ്രതിഷേധമാണ്. അല്ല, ഇവരുടെയൊക്കെ തലയ്ക്ക് ഓളമാണ്. എനിക്കറിയാമല്ലോ എന്നിട്ട് ചോദിക്കുക, ഈ പാലസ്തീനോട് യുദ്ധം ചെയ്യുന്നത് ഇന്ത്യയാണോ? പലസ്തീനെ അടിച്ചമർത്തുന്നത് ഇന്ത്യയാണോ? ഇന്ത്യയും പലസ്തീനും തമ്മിൽ എന്താണ് ബന്ധം? എന്തെങ്കിലും ശത്രുതയുള്ള രാജ്യങ്ങളാണോ? പലസ്തീൻ്റെ വിമോചന കവിത ഇവിടെ ചെല്ലുന്നത് എന്തിനാണ്? ഒറ്റ കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അത് മതമാണ്. അത് മതം മാത്രമാണ് പ്രശ്നം. അപ്പോൾ ഇവൻ്റെയൊക്കെ സൂക്കേട് എന്താണ്? ഇവരെ ഒന്നും യാതൊരു രീതിയിലും ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ മതം പുഴുങ്ങി തിന്ന് 4 നേരം മതം തിന്ന് ജീവിക്കുന്ന ഇവറ്റകളെ ഇങ്ങനെ തന്നെയാണ് കാണേണ്ടത്. ഒരു സംശയവുമില്ല. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. ഇന്തിഫാദ എന്ത് സൂക്കേടാന്ന് പറഞ്ഞില്ലേ? ഇന്തിഫാദ എന്ന് പേരിടണം. അത് പാലസ്തീൻ വിമോചന കവിതയാണ്. പലസ്തീൻ വിമോചന കവിത എന്ന് ചുമ്മാ ഒഴുക്കോടെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. അത് ഹമാസ് ചൊല്ലുന്ന കവിതയാണ്. ഹമാസ് ചൊല്ലുന്ന വിപ്ലവ സ്ലോഗനാണത്. ഹമാസും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ടീമുകൾ ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഇന്തിഫാദ എന്നുള്ളത്. അത് വേണം ഇവിടെ, അല്ലേ? പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, അത്രയേ ഉള്ളൂ. അത് നിരസിച്ചത് നന്നായിപ്പോയി. അതിന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പലസ്തീൻ വിമോചന കവിത ചെല്ലുന്നു. എന്ത് കാര്യത്തിന്? ഇന്ത്യയായിട്ട് എന്ത് ബന്ധമാണുള്ളത് പലസ്തീന്? നമ്മളൊന്നും ജീവിതത്തിൽ ഒരു പലസ്തീനെ കണ്ടിട്ടില്ല. അവിടെ ഏതെങ്കിലും പലസ്തീനിൽ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ ജോലി ചെയ്യുന്നതായിട്ട് നമുക്കറിയില്ല. ഇസ്രായേലൊക്കെ ജോലി ചെയ്യുന്നതായിട്ട് നമുക്കറിയാം. ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കുന്നതായിട്ട് നമുക്കറിയില്ല. അവരവിടെ അവരുടെ ബിസിനസ്, ഭീകരവാദം അവർക്ക് ബിസിനസ്സാണ്. ഈ നോമ്പ് കാലത്ത് കൃത്യമായും സക്കാത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ പോയി ചൊറിയും. അമ്മാർ കയറി നിരത്തിയിട്ട് പോകും. അപ്പോൾ ലോകം മൊത്തം നടന്ന് ഇരവാദം പറയും, കരയും. അങ്ങനെ കോടാനുകോടി അവിടെ കിട്ടിക്കൊണ്ടിരുന്നു. അത് വർഷം കിട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് ലോകത്തിന് മനസ്സിലായി ഇവരുടെ അസുഖം എന്താണെന്ന്, ശരിക്കും ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെ അവസാനം ഇപ്പോൾ അതൊന്നും കിട്ടാതായി. മുമ്പ് സേവ് ഗാസ എന്ന് പറഞ്ഞ് നിറക്കി കിടക്കി. ഇപ്പോൾ സേവ് ഗാസ എന്ന് പറഞ്ഞ് ഒരുത്തിനെ ഇറക്കാൻ നാണമാണ്. അവനറിയാം ആളുകൾ കളിയാക്കുമെന്ന്. അപ്പം എന്താ പുതിയ അഭ്യാസമായിട്ട് വന്നിരിക്കുക? ഇന്തിഫാദ. മാങ്ങാത്തൊലി. കഴിഞ്ഞില്ല. ഇതൊരു അഭ്യാസം. അടുത്തത് വടകരയിലെ സ്ഥാനാർത്ഥിയുടെ അഭ്യാസം നിങ്ങൾ നോക്കുക. ഈ പോസ്റ്റർ നോക്കിയേ. ഇടതുപക്ഷത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള പാർട്ടി CPIM പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. ഇതേ കളറുള്ള കൊടി നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് കൊടിയാണത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടിയെന്നാന്ന് നോക്കിയേ. അതിൻ്റെ കളറിൻ്റെ പാറ്റേൺ എന്നാന്ന് നോക്കിയേ. ഇനി അതെല്ലാം പോട്ടെ, ഹമാസിൻ്റെ കൊടി നോക്കിയേ. പലസ്തീനിലെ ഹമാസിൻ്റെ കൊടി നോക്കിയേ ഏതാണെന്ന്. അതിൻ്റെ പാറ്റേൺ എന്താണെന്ന് നോക്കിയേ. ഇത് ചുമലയാണോ? നോക്ക് നിങ്ങൾ ആ പോസ്റ്റർ നിങ്ങൾ നോക്കൂ. ഈ KK ശൈല ടീച്ചറിന് വെച്ച് എഴുതി വെച്ചിരിക്കുന്ന പോസ്റ്ററിൽ ഇതാണോ അവരോട് പറയുന്ന രക്ത കളറുള്ള ചുമല? അവർ പറയുന്ന രക്തപതാക ഇതാണോ? ഈ കളറാണോ? നോക്കൂ. പച്ചയും മറ്റെന്തോ ഒരു കളറും കൂടെ ചേർത്ത് വെച്ചിരിക്കുക. ഇത് ഹമാസിൻ്റെ കൊടിയുടെ നിറമാണ്. ഇത് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിറമാണ്. അവരാണ് ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിയിൽ ഇസ്ലാമിസ്റ്റുകൾ കടന്നുകൂടുകയും ആ പാർട്ടിയെ ഇഞ്ചിഞ്ചായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്, പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ താമസമില്ലാതെ ഇത് മുഴുവനായിട്ട് തന്നെ അത് അവരുടെ കയ്യിലെത്തും. ഇതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ കാണുന്ന ഓരോ അഭ്യാസങ്ങളും. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു കലോത്സവത്തിന് ഇന്തിഫാദയെ, ഏത് ഭാഷയത് ഇന്തിഫാദ? ഇനി ഇവിടെ എല്ലാം പോട്ടെ, ഇവിടെ വിരാസത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു അഭ്യാസമായിരുന്നു അത്. വിരാസത്ത് എന്നതിൻ്റെ അർത്ഥം പൈതൃകം എന്നായിരുന്നു. ആ പേരിട്ടതിന് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ഈ ഇന്തിഫാദയും കൊണ്ട് വന്നിരിക്കുന്നത്. ഇതാ ഇപ്പം വേറൊരു പോസ്റ്റർ കൂടെ കണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്ത് കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതെ നിങ്ങൾ ഇരുന്നാൽ അവസാനം വല്ല താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെയും സിറിയയുടെയൊക്കെ അവസ്ഥയിൽ എത്തിച്ചേരും കേരളം കേട്ടോ. പിന്നെ ഒരു സമാധാനമുണ്ട്, കേരളം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല, ഇന്ത്യ എന്നൊരു മഹത്തായ വലിയ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഗ്യാരണ്ടിയിൽ ജീവിക്കാം. അല്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ഇരുന്ന് പറയാൻ പോലും ഞാനൊന്നും മിച്ചം കാണില്ലായിരുന്നു, ബാക്കി കാണില്ലായിരുന്നു. ഇതല്ലേ അവസ്ഥകൾ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.